പ്രിയമുള്ളവരെ, നമ്മുടെയെല്ലാം മനസ്സിൽ ചിലപ്പോഴൊക്കെ ഒരു ചോദ്യമുയരാറുണ്ട്. എന്റെ സ്വപ്നങ്ങൾ മാത്രം എന്താണ് സാക്ഷാത്കരിക്കാത്തത്? ജീവിതത്തിൽ വിജയം എല്ലാ മനുഷ്യരും ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് 10% ആളുകൾ മാത്രം ജീവിതത്തിൽ വിജയിക്കുന്നത്? മരുഭൂമി നിറഞ്ഞ ഒരു നാട്ടിലെ രാജാവിന് ആ പ്രദേശം പച്ചപ്പ് നിറഞ്ഞ വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അതിനായി ധാരാളം പണമുടക്കി നിരവധി കാര്യങ്ങൾ ചെയ്തു. എന്നാൽ ചുറ്റുമുള്ളവർ അദ്ദേഹത്തെ പരിഹസിച്ചു. ഈ മരുഭൂമി പ്രദേശത്ത് എങ്ങനെ കൃഷി ചെയ്യും? എങ്ങനെ ഇവിടെ ചെടികൾ വളരും? എന്നാൽ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ സ്വപ്നം പൂവണിഞ്ഞു. ഇന്ന് സഞ്ചാരികൾ നോക്കുമ്പോൾ ആ മരുഭൂമിയായിരുന്ന പ്രദേശം കൃഷിയിടങ്ങളും മരങ്ങളും ചെടികളും നിറഞ്ഞ ഒരു ഹരിതഭൂമിയായി മാറിയിരിക്കുന്നു. മറ്റുള്ളവർ നടക്കില്ല എന്ന് ചിന്തിച്ച ആ സ്വപ്നം അദ്ദേഹം യാഥാർത്ഥ്യമാക്കി. അതെ, നമ്മൾ സംസാരിക്കുന്നത് ദുബായിയെക്കുറിച്ചാണ്. മരുഭൂമിയിൽ ഒരിക്കലും പച്ചപ്പ് നിറയില്ലെന്ന് പലരും പറഞ്ഞപ്പോൾ ദുബായ് ഇന്ന് ധാരാളം പച്ചപ്പും ആഡംബര കെട്ടിടങ്ങളും നിറഞ്ഞ സഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു ലോകോത്തര രാജ്യമായി മാറിയിരിക്കുന്നു. ഇത് തെളിയിക്കുന്നത് ഒന്നേയുള്ളൂ: സ്വപ്നങ്ങൾ നേടാൻ ആത്മാർത്ഥമായി ചിന്തിച്ചാൽ അത് നേടിയെടുക്കാൻ സാധിക്കും. വിജയം നേടിയെടുക്കാൻ സഹായിക്കുന്ന 4 പ്രധാന വാതിലുകളുണ്ട്. ഇവ ഓരോന്നും നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ളവയാണ്. നമുക്കതെന്തൊക്കെയാണെന്ന് നോക്കാം. 1. സ്വപ്നങ്ങളെ നിശബ്ദതയിൽ വളർത്തുക. ശക്തിയുടെ നിശബ്ദത. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രധാന വിജയവാതിലായി സൈലൻസിനെ അഥവാ നിശബ്ദതയെ കാണാൻ കഴിയുമോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു വിത്ത് മുളയ്ക്കാൻ തുടങ്ങുമ്പോൾ പുറത്തു ഒരു ശ്രദ്ധയും പിടിച്ചുപറ്റാറില്ല. അതുപോലെ നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒറ്റയ്ക്ക് നിശബ്ദമായി നേടിയെടുക്കേണ്ടവയാണ്. എന്തുകൊണ്ടാണ് സൈലൻസ് അഥവാ നിശബ്ദത വിജയത്തിന്റെ താക്കോൽ എന്നു പറയാൻ കാരണമെന്ന് ഒരു കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു, വരുൺ. തനിക്ക് തോന്നിയ എല്ലാ ബിസിനസ് ആശയങ്ങളും വരുൺ തന്റെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും പങ്കുവെക്കാറുണ്ടായിരുന്നു. അവരവനെ പ്രശംസിക്കുകയും അവന്റെ ആശയങ്ങൾ വലിയ രീതിയിൽ വളരുമെന്ന് പറയുകയും ചെയ്തു. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വരുണിന്റെ ആശയങ്ങളൊന്നും തന്നെ നടപ്പിലാക്കാൻ സാധിച്ചില്ല. ഇതിനൊരു ശാസ്ത്രീയപരമായ കാരണമുണ്ട്. നമ്മുടെ ബ്രെയിൻ നമ്മൾ സ്വപ്നം മറ്റുള്ളവരോട് പറയുമ്പോൾ അത് നടന്നു കഴിഞ്ഞതുപോലെയുള്ള സന്തോഷം നൽകുന്നു. അതിന്റെ ഫലമായി ആ കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിന്റെ ആവശ്യം കുറയുന്നു. അതുകൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾ നിശബ്ദമായി സംരക്ഷിക്കുക. പ്രവർത്തിച്ചിട്ട് അതിന്റെ ഫലങ്ങൾ വരുമ്പോൾ മാത്രം മറ്റുള്ളവരെ അറിയിക്കുക. ഇവിടെ നിങ്ങൾക്കറിയാൻ കഴിയുന്ന ഒരു വലിയ സത്യം ഇതാണ്: നിശബ്ദമായ ആഗ്രഹങ്ങൾ പലപ്പോഴും വലിയ വിജയങ്ങളിലേക്ക് നയിക്കുന്നു. വിജയം നേടിയെടുക്കാൻ സഹായിക്കുന്ന രണ്ടാമത്തെ താക്കോൽ നമ്മുടെ മനസ്സിന്റെ പുനർക്രമീകരണമാണ്. പലപ്പോഴും നമ്മൾ നമ്മുടെ പോരായ്മകളിലാണ് ശ്രദ്ധ ചെലുത്തുന്നത്. ഞാൻ പോരാ, എനിക്കിതിന് കഴിവില്ല എന്നൊക്കെ ചിന്തിക്കുന്നതുകൊണ്ട് നമ്മൾക്ക് മുന്നോട്ടു പോകാൻ കഴിയാതെ വരുന്നു. പലരും വലിയ ലക്ഷ്യങ്ങളുമായി തുടങ്ങുന്നു. ചിലർ വഴിമധ്യേ വിട്ടുനിൽക്കുന്നു, ചിലർ തളർന്നുപോകുന്നു. നമ്മളെ തന്നെ വിശ്വസിപ്പിക്കുക, നാം വിജയിച്ചവരാണ് എന്ന് മനസ്സിനെ പഠിപ്പിക്കുക. യെസ്, നിങ്ങളുടെ സാധ്യതകളെ നോക്കൂ, ഞാൻ വിജയിയാണ് എന്ന് രാവിലെയും രാത്രിയും മനസ്സിൽ പറഞ്ഞ് പതിപ്പിക്കുക. ഇതൊരു സാങ്കേതികത മാത്രമല്ല, ബ്രെയിൻ സയൻസ് തന്നെയാണ്. നാം ഒരു കാര്യം വീണ്ടും വീണ്ടും പറഞ്ഞാൽ ബ്രെയിൻ അതിനെ സത്യമായി സ്വീകരിക്കുന്നു. മൂന്നാമത്തെ കാര്യം, അതിനായി പ്രവൃത്തിയിൽ മുഴുകുക അഥവാ ഫ്ലോ സ്റ്റേറ്റ്. വെറുതെ ചിന്തിച്ചാൽ മാത്രം വിജയം ലഭിക്കില്ല. അതിനായി പ്രവർത്തിക്കണം. നമുക്ക് ഓരോ പ്രവൃത്തിയിലും പൂർണ്ണമായി മുഴുകാൻ പഠിക്കണം. ഇത് തന്നെയാണ് ഫ്ലോ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. വാഹനമോടിക്കുമ്പോൾ നമ്മൾ ദൃശ്യത്തിൽ മാത്രം ശ്രദ്ധിക്കുന്നതുപോലെ നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ പൂർണ്ണ ശ്രദ്ധയോടെ പ്രവർത്തിക്കണം. ഒരു പഴയ കഥ കേൾക്കൂ. ഒരു കർഷകൻ തന്റെ വയലുകളിൽ വിത്തിടുമ്പോൾ ഓരോ വിത്തിനെയും വലിയ കാഴ്ചയായി കാണുന്നു. മണ്ണിനകത്ത് ഒളിച്ചിരുന്നിട്ടും ഓരോ വിത്തിലും വലിയൊരു കാടിന്റെ പ്രതീക്ഷ കാണാൻ അവനാകുന്നു. ഇത്ര ശ്രദ്ധയോടെയും സമർപ്പണത്തോടെയും പ്രവർത്തിച്ചപ്പോൾ അവന്റെ കൃഷി വെറും വിളവായിരുന്നില്ല, അതൊരു കല്യാണമായ കാടായി മാറി. ഇതുപോലെ നാം ചെയ്യുന്ന ചെറിയ പ്രവൃത്തികളിൽ പോലും മനസ്സും ആത്മാവും പൂർണ്ണമായി ചേർത്ത് സമയത്തെ മറന്നുപോയി പൂർണ്ണമായ ഫോക്കസിൽ ചെയ്തു തുടങ്ങണം. നാലാമത്തെ കാര്യം, ആകർഷണ നിയമം അഥവാ ലോ ഓഫ് അട്രാക്ഷൻ. നാം അയക്കുന്ന തരംഗങ്ങൾ, നമ്മുടെ വികാരങ്ങൾ, ഇതുതന്നെയാണ് നമ്മളിലേക്ക് തിരിച്ചുവരുന്നത്. തത്വചിന്ത ഇങ്ങനെ പറയുന്നു:
സന്തോഷമയച്ചാൽ സന്തോഷം വരും, സമൃദ്ധിയയച്ചാൽ സമൃദ്ധി വരും, ദുഃഖമയച്ചാൽ ദുഃഖം വരും. നമുക്ക് എന്ത് ആഗ്രഹമുണ്ടെങ്കിലും ആ സ്വപ്നത്തിൽ മുഴുകി ജീവിച്ചാൽ പ്രപഞ്ചം തന്നെ നമ്മളെ സഹായിക്കും. നിങ്ങളുടെ ചിന്തകൾ സകാരാത്മകമായിരിക്കുക, നിങ്ങളുടെ പ്രവൃത്തികൾ ലക്ഷ്യനിഷ്ഠമായിരിക്കുക, നിങ്ങളുടെ മനസ്സിൽ വിജയത്തിന്റെ ചിത്രം പകർത്തുക. അപ്പോൾ പ്രപഞ്ചം നിങ്ങളുടെ പക്ഷം വരും. നിങ്ങൾക്കും വലിയ സ്വപ്നങ്ങളുണ്ട്. നിങ്ങൾക്കും അത് സാക്ഷാത്കരിക്കാൻ കഴിയും. ഇന്നു മുതൽ നിങ്ങൾ പറഞ്ഞു തുടങ്ങുക, ഞാൻ വിജയിയാണ്, എന്റെ ജീവിതം വിജയത്തിലേക്ക് പോകുകയാണ്. നിങ്ങളുടെ പ്രവൃത്തികൾ സംസാരിക്കട്ടെ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂവണിയട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും വിജയം ആശംസിക്കുന്നു.